മരുഭൂമീകത്തിൽ ഞാൻ അഭയാർത്ഥി, കരങ്ങളിൽ ജലമില്ല കുടിപ്പാനായി, അടുത്തെങ്ങും തണലില്ല വസിപ്പാനായി, അവിടെയും നിൻമുഖം മറക്കരുതേ, മാറരുതേ, മുഖം മറക്കരുതേ, തള്ളരുതെന്നെ നീ തള്ളരുതേ. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു 78 സങ്കീർത്തനം, അതിൻ്റെ 15 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. അവൻ മരുഭൂമിയിൽ പാറകളെ പിളർന്ന് ആഴികളാൽ എന്ന പോലെ അവർക്ക് ധാരാളം കുടിപ്പാൻ കൊടുത്തു. പാറയിൽ നിന്ന് അവൻ ഒഴുക്കുകളെ പുറപ്പെടുവിച്ചു, വെള്ളം നദികളെ പോലെ ഒഴുകുമാറാക്കി. എങ്കിലും അവർ അവനോട് പാപം ചെയ്തു, അത്യുന്നതനോട് മരുഭൂമിയിൽ വെച്ച് മത്സരിച്ചു കൊണ്ടിരുന്നു. തങ്ങളുടെ കൊതിക്ക് ഭക്ഷണം ചോദിച്ചുകൊണ്ട് അവർ ഹൃദയത്തിൽ ദൈവത്തെ പരീക്ഷിച്ചു. അവർ ദൈവത്തിന് വിരോധമായി സംസാരിച്ചു. മരുഭൂമിയിൽ മേശ ഒരുക്കുവാൻ ദൈവത്തിന് കഴിയുമോ? അവൻ പാറയടിച്ചു, വെള്ളം പുറപ്പെട്ടു, തോടുകളും കവിഞ്ഞൊഴുകി. സത്യം, എന്നാൽ അപ്പം കൂടെ തരുവാൻ അവന് കഴിയുമോ? തൻ്റെ ജനത്തിന് അവൻ മാംസം വരുത്തി കൊടുക്കുമോ എന്ന് പറഞ്ഞു. വഴി നടത്തിയ ദൈവത്തിൻ്റെ കൃപകളെ ഒന്നോർത്താൽ, അവൻ മരുഭൂമിയിൽ പാറകളെ പിളർന്ന് ആഴികളാൽ എന്ന പോലെ അവർക്ക് ധാരാളം കുടിപ്പാൻ കൊടുത്തു. എത്ര അതിശയമായിട്ടാണ് ദൈവം നടത്തിയത്! പാറയിൽ നിന്ന് അവൻ ഒഴുക്കുകളെ പുറപ്പെടുവിച്ചു, വെള്ളം നദികളെപ്പോലെ ഒഴുകുമാറാക്കി. എത്ര സ്നേഹത്തോടെ, എത്ര കരുതലോടെ ദൈവം വഴി നടത്തി. എങ്കിലും അവർ അവനോട് പാപം ചെയ്തു, അത്യുന്നതനോട് മരുഭൂമിയിൽ വെച്ച് മത്സരിച്ചു കൊണ്ടിരുന്ന വചനം. എത്ര തെറ്റാ ദൈവമക്കളെ ചെയ്തു പോയത്! അപ്പം നമുക്കാണെങ്കിലും അറിയാതെയാണെങ്കിലും ഒരു കുറവ് വന്നു ഭവിക്കാനിടയാകാതിരിക്കട്ടെ. നമുക്കൊക്കെ എത്ര ഉണ്ടെന്ന് പറഞ്ഞാലും നാളെ നമ്മൾ ആരുടെ മുമ്പിൽ കൈനീട്ടുമെന്നും ആരൊക്കെ കൈനീട്ടേണ്ടി വരുമെന്നും ഇതൊക്കെ തമ്പുരാൻ നിശ്ചയിക്കുന്ന പോലെയല്ലേ ഉള്ളൂ. അപ്പോൾ ദൈവമക്കളെ, ഉള്ള അവസ്ഥയിൽ ഇരിക്കുമ്പോഴും നമുക്ക് ആരെയും പഴിക്കാനോ ദുഷിക്കാനിടയാകാതെ നമുക്ക് തന്ന ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട്, ദൈവം തന്നതല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ലല്ലോ, ഒന്നുമില്ലായ്മയെ ദൈവം ഇത്രത്തോളം ദൈവം നടത്തിയില്ലേ, ആ നന്മകളൊക്കെ ഒന്ന് ഓർക്കുവാൻ ദൈവം ഇടയാക്കട്ടെ. മറന്നു പോകാതെ ദൈവം നടത്തിയ വഴികളൊക്കെ ഓർത്താൽ നമുക്കെന്നെ ദൈവമക്കളെ എടുത്തു പറയാനായിട്ട് ഒന്നുമില്ല, ദൈവം തന്നതല്ലാതെ ഒന്നുമില്ല. എന്നിട്ടോ അത്യുന്നതനോട് മരുഭൂമിയിൽ വെച്ച് മത്സരിച്ചു കൊണ്ടിരുന്നെന്നാ പറഞ്ഞ്. ദൈവഭയം ഉള്ളിലില്ലെങ്കിൽ ഇങ്ങനെയല്ലേ? ചിലപ്പം മാതാപിതാക്കളോടാണെങ്കിലും ജീവിത പങ്കാളിയോടാണെങ്കിലും നമ്മളെ പോറ്റുന്ന നന്മകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ കൊടുത്തതിനൊക്കെ തിരിച്ചും പറഞ്ഞ് പോരായ്മ പറഞ്ഞ് അവരെയും പ്രയാസപ്പെടുത്തി അവരെ സങ്കടപ്പെടുത്തിക്കൊണ്ട് കഴിയുമ്പോൾ, ഇത്രയൊക്കെ തന്നല്ലോ, ഇത്രയൊക്കെ കരുതുന്നുണ്ടല്ലോ, വയ്യാഴികൾക്കിടയിലും ഞെരുക്കത്തിൻ്റെ നടുവിലും ഒന്നിനൊരു കുറവില്ലാതെ നമ്മളെ പോറ്റുന്നുണ്ടല്ലോ എന്നൊന്നോർത്താൽ ദൈവമക്കളെ കിട്ടിയതിനൊക്കെ നന്ദി പറഞ്ഞ് നമുക്ക് തീരുവോ? നന്ദി പറഞ്ഞ് തീർക്കാനായിട്ട് നമ്മുടെ ഈ ആഷ്കാലം പോരാ. 18 വാക്യം പറഞ്ഞു, തങ്ങളുടെ കൊതിക്ക് ഭക്ഷണം ചോദിച്ചുകൊണ്ട് അവർ ഹൃദയത്തിൽ ദൈവത്തെ പരീക്ഷിച്ചു എന്നാണ് പറഞ്ഞത്. പിന്നെ ഭക്ഷണത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതേ നമ്മൾ കേൾക്കുമ്പോൾ വരുവാനിരിക്കുന്ന ഈ ക്ഷാമകാലം എന്ന് പറഞ്ഞാൽ ലോകത്തെ എല്ലാ ഇടങ്ങളിലും ക്ഷാമം ഏറി വരുന്നൊരു സമയം കൂടിയാണ്. എന്നാലും ദൈവമക്കളെ, ദൈവത്തിൽ ആശ്രയിക്കുന്ന മക്കൾക്ക് വേണ്ടിയിട്ട് യഹോവക്തന്മാർക്ക് ദൈവം ഒരുക്കുന്നത് കാക്കകളെ അയച്ചും ഒറ്റി പുലർത്തുന്നില്ലേ? പുലർത്തും ദൈവം. എന്നാൽ വരാനിരിക്കുന്ന ഏറ്റവും വലിയൊരു ദുരന്തം എന്ന് പറയുന്നത് ക്ഷാമകാലമാണ്. ആ ക്ഷാമകാലവും അടുത്തു വരുന്നു. ഇപ്പോഴും ദൈവം നടത്തിയ നന്മകളെയൊക്കെ ഓർത്ത് ദൈവത്തോട് നന്ദി പറയാനായിട്ടുള്ള അവസരങ്ങൾ നമുക്കുണ്ടാകട്ടെ. കഴിഞ്ഞ കാലങ്ങളെ നമുക്കൊന്ന് ഓർക്കാൻ അവസരം. അവർ ദൈവത്തിന് വിരോധമായി സംസാരിച്ചു, മരുഭൂമി മേശ ഒരുക്കുവാൻ ദൈവത്തിന് കഴിയുമോ? അവൻ പാറയടിച്ചു, വെള്ളം പുറപ്പെട്ടു, തോടുകളും കവിഞ്ഞൊഴുകി. സത്യം, എന്നാൽ അപ്പം കൂടെ തരുവാൻ അവന് കഴിയുമോ? തൻ്റെ ജനത്തിന് അവൻ മാംസം വരുത്തി കൊടുക്കുമോ എന്ന് പറഞ്ഞെന്നാ പറഞ്ഞേ. നമ്മളെല്ലാവരും അറിയണമല്ലോ ദൈവമക്കളെ, ഒരു കുടുംബത്തിലാണെങ്കിലും ഒരു സമൂഹത്താണെങ്കിലും രാജ്യത്താണെങ്കിലും നമുക്ക് കിട്ടുന്ന ഔദാര്യങ്ങൾ ഒന്നോർത്താൽ ഇതിനൊന്നും നമ്മൾ യോഗ്യരല്ല. എന്നിട്ടും നമുക്ക് ദൈവം ഇത്രയൊക്കെ തരുന്നുണ്ടല്ലോ. ആ തരുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ നന്ദി പറഞ്ഞ് നമ്മളെ കരുതുന്നവർക്കും ഒരു നന്ദി പറഞ്ഞു കൊടുത്ത് അവർക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കുന്ന ഒരു മനസ്സും കൂടെ നമുക്കൊക്കെ ഉണ്ടാകുന്നത് ഏറ്റവും വലുതാണ് ദൈവമക്കളെ. അവിടെ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ സഹായം ഉണ്ടാവുമല്ലോ, ഉണ്ടാകട്ടെ. ചിലപ്പോൾ കരുതാതെ പോയതിനെ ഓർത്ത് ഒരു ചിന്തിച്ച് നമുക്ക് വിഷമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ഒരു അവസരം ഉണ്ടെങ്കിൽ അത് ആകട്ടെ. ദൈവസന്നിധി പ്രാർത്ഥിക്കണം ദൈവമക്കളെ. ഇന്നും
നമ്മൾ ഓരോ ദിവസവും വഴി നടത്തിയ നന്മകളെയൊക്കെ ഓർത്താൽ എല്ലാവരെയും ഓർക്കാനുള്ളൊരു അവസരവും കൂടിയാണ് ഇപ്പോൾ. അപ്പോൾ കഴിഞ്ഞ കാല ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റാതെ പോയ നന്മകൾ ചെയ്യാൻ അവസരം ഉണ്ടായിട്ടും ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ടെങ്കിൽ അതിനും ദൈവത്തോട് ക്ഷമ പറഞ്ഞ് പ്രാർത്ഥിക്കുക. ആമേൻ. ഇന്നും നമ്മുടെ കൈവശത്ത് എന്തെങ്കിലും സൂക്ഷിപ്പുണ്ടെങ്കിലും അത് അനുഭവിക്കാൻ കർത്താവ് നമ്മളെ സഹായിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ. ഇല്ലെങ്കിൽ ദൈവമക്കളെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന നിക്ഷേപങ്ങളൊന്നും നമ്മളെ ആരെയും ദൈവരാജ്യത്തിൽ എത്തിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരിക്കില്ല. ഒരിക്കലും അത് ചിന്തിക്കേണ്ട. എന്നാൽ ഈ ചെറിയവന് നിങ്ങൾ ചെയ്തതെല്ലാം എനിക്കാകുന്നു എന്ന് കർത്താവ് പറഞ്ഞതുപോലെ നമുക്ക് അങ്ങനെയുള്ളൊരു അവസരം കൂടെ തരുമ്പോൾ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാതിരിക്കട്ടെ. നമ്മൾ കൊടുക്കേണ്ട അടുത്ത് കൊടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അതിനും നമ്മളോട് ദൈവം ചോദിക്കും. എന്നാൽ വിശുദ്ധമായത് നായ്ക്കൾക്ക് ഇട്ടുകൊടുക്കരുതെന്ന് ദൈവവചനം ഉണ്ടല്ലോ. സ്തോത്രം. നമ്മുടെ വിലയേറിയ മുത്ത് പന്നികളുടെ മുമ്പിലും കൊണ്ട് നിടലെന്ന് വചനമുണ്ട്. അപ്പോൾ കൊടുക്കുന്നതും വാങ്ങുന്നതുമെല്ലാം കൃപയെ തന്നെ ആയിരിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്ന എൻ്റെ സ്വർഗീയ നല്ല ദൈവമേ, ജീവിതത്തിലെ കർത്താവേ, ദൈവം തന്ന അനുഗ്രഹിക്കപ്പെട്ട നന്മകളെ ഓർക്കുമ്പോൾ കർത്താവേ, നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഇന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന എല്ലാവർക്കും ഒരു ആത്മശോധന കഴിക്കുവാൻ ദൈവം സഹായിക്കണമേ. കൊടുക്കേണ്ട അടുത്ത് കൊടുക്കാതെ പോയിട്ടുണ്ടെങ്കിൽ കർത്താവെ, കരുതേണ്ട അടുത്ത് കരുതാതെ പോയിട്ടുണ്ടെങ്കിൽ എല്ലാം ദൈവം ഞങ്ങളോട് ക്ഷമിക്കണമേ. കർത്താവെ, വിശുദ്ധമായത് നായ്ക്കടെ മുമ്പിൽ ഇട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പാവവും ദൈവം ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. തിരിച്ചറിയാതെ ചെയ്തു പോയതെല്ലാം ദൈവം ക്ഷമിക്കണമേ. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുവാനിടയാകാതെ എല്ലാം വിവേകത്തോടെയും വിശ്വാസത്തോടെയും സ്നേഹത്തിലും കർത്താവെ, ദൈവഭക്തിയോടുകൂടി എല്ലാം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സ്തോത്രം. വരുവാനിരിക്കുന്ന ക്ഷാമകാലം ഏറ്റവും അടുത്തിരിക്കുന്നു കർത്താവെ. ക്ഷാമകാലത്തിലും ദൈവത്തിൽ വിശ്വസിക്കുന്ന മക്കളെ അവിടുന്ന് ക്ഷേമമായി പോറ്റുന്നടിയും പൂർണ്ണമായി വിശ്വസിക്കുന്നു കർത്താവെ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണേ. കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ എല്ലായിടങ്ങളിലും വിശ്വസിക്കുന്ന എല്ലാവർക്കും അത് അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ ദൈവടയാക്കണേ. യേശു കർത്താവിൻ്റെ വലിയൊരു നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമേൻ. യേശുവേ സ്തോത്രം.